ഈ റെസിപ്പിക്ക് ഒരു പ്രശ്നമുണ്ടെന്നേ. ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കത്തില്ലെന്നേ. എന്നാ പിന്നെ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പൊ അതിനായി ഒരു അരക്കപ്പ് റവ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി റോസ്റ്റ് ചെയ്ത് കയ്യിലെടുത്ത് പ്രസ് ചെയ്താൽ പൊടിഞ്ഞു പോകുന്നതായി ഈ ഒരു പരുവത്തിൽ കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു നേന്ത്രപ്പഴത്തിന്റെ പകുതിയും ഇട്ട് കൊടുത്ത് ഇളക്കി വാട്ടി 1 ടേബിൾ സ്പൂൺ ശർക്കരയും ചേർത്ത് തവി വെച്ച് നേന്ത്രപ്പഴം നല്ലപോലെ നുടച്ചെടുത്ത് ശർക്കരയിലും നെയ്യിലും ഇട്ട് ഇളക്കി വിളയിച്ച് കോരി മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ച അവലിന്റെ 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്ത് ബാക്കി പഴവും ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കുറച്ച് തണുത്ത പാലും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നരച്ചെടുക്കാം. ഇനിയിപ്പോൾ എന്താ, സെറ്റ് ചെയ്യേണ്ട ഗ്ലാസ്സിലേക്ക് വിളയിച്ചെടുത്ത നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് അരച്ചു വെച്ച അവലും പഴവും മിക്സും ചേർത്ത് തണുത്ത കുറച്ച് പാലും ഒഴിച്ചു കൊടുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ച് ബാക്കി അവലും ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് ബദാമും ഉണക്കമുന്തിരിയും സോക്ക് ചെയ്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡും ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊന്ന് രാവിലെ കഴിച്ചാൽ പിന്നെ ആ ദിവസത്തേക്കൊന്നും വേണ്ടെന്നേ. അപ്പൊ എങ്ങനെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ? അപ്പൊ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പൊ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.